ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും സന്ദർശിക്കും. വാരാണസിയിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. നേപ്പാൾ സംഘർഷ പശ്ചാത്തലത്തിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തി മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. മലയാളികളെ തിരികെയെത്തിക്കാൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ 5 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽപാത വികസനത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ 8 ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായുള്ള സഹകരണത്തിന് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരണാപത്രം ഒപ്പുവച്ചു. GST നിരക്കുകളിലെ കുറവനുസരിച്ച് പരമാവധി വിൽപ്പന വിലയിലുണ്ടാകുന്ന മാറ്റം സ്റ്റോക്കുകളിൽ പ്രദർശിപ്പിക്കണമെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് UAE നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും സന്ദർശിക്കും. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലിനെ ശ്രീ മോദി വാരാണസിയിൽ സ്വീകരിക്കും. ആരോഗ്യം, വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഊർജ്ജം, അടിസ്ഥാന സൌകര്യങ്ങൾ, പുനരുപയോഗ ഊർജ്ജം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, നീല സമ്പദ്വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇരു പ്രധാനമന്ത്രിമാരും ചർച്ച ചെയ്യും. വൈകുന്നേരം ഡെറാഡൂണിലേക്ക് പോകുന്ന ശ്രീ നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും. ഉന്നതതല അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. മൌറീഷ്യസിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ എല്ലായ്പ്പോഴും ഉറച്ച പിന്തുണ നൽകിയ വിശ്വസനീയ പങ്കാളിയാണ് ഇന്ത്യയെന്ന് മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലം. മൌറീഷ്യസ് ഇന്ത്യ ബിസിനസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൌറീഷ്യസിന്റെ ഏറ്റവും മികച്ച വ്യാപാര പങ്കാളിയായ ഇന്ത്യ ഇറക്കുമതിയുടെ 3ാമത്തെ സ്രോതസ്സാണെന്നും ശ്രീ രാംഗൂലം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ മൌറീഷ്യസ് വാണിജ്യ ബന്ധം വിശ്വാസം, സൌഹൃദം, പരസ്പര ബഹുമാനം എന്നിവയിൽ അധിഷ്ഠിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ ഭഗൽപൂർ, ദുംക, രാംപൂർഹട്ട് സിംഗിൾ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി. പദ്ധതിയുടെ ആകെ ചെലവ് 3169 കോടി രൂപയാണ്. 3 സംസ്ഥാനങ്ങളിലെ 5 ജില്ലകളെ ഉൾക്കൊള്ളുന്ന പദ്ധതി ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള ശൃംഖല ഏകദേശം 177 കിലോമീറ്റർ വർദ്ധിപ്പിക്കും. ബീഹാറിലെ ബുക്സർ, ഭഗൽപൂർ ഹൈസ്പീഡ് കോറിഡോറിലെ 4-വരി പാത വികസനത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതികൾ ഇന്ത്യൻ റെയിൽവേക്ക് കാര്യക്ഷമതയും സേവന വിശ്വാസ്യതയും നൽകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. भागलपुर, दुमका, रामपुरहाट डबलिंग ये 3169 करोड़ रुपीस का प्रोजेक्ट है. ये प्रोजेक्ट बिहार, झारखंड और बंगाल को जोड़ने वाला एक बहुत ही इम्पोर्टेंट प्रोजेक्ट है. अभी जो मैक्सिमम ट्रेन्स जाती हैं वो भागलपुर से मालदा टाउन होते हुए रामपुरहाट, हावड़ा की तरफ जाती है. इस डबलिंग के बाद में भागलपुर से दुमका और उससे सीधा रामपुरहाट की तरफ गाड़ियां काफी जा सकेगी. ഫോൺ പേ പോലുള്ള സ്വകാര്യ ഫിൻടെക് കമ്പനികൾ ചെറുകിട കടയുടമകൾക്കും ഗ്രാമീണ വ്യാപാരികൾക്കും അവരുടെ ബിസിനസ് വികസിപ്പിക്കാനുള്ള അവസരം നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജതൻ റാം മാഞ്ചി. ഫോൺപേയുടെ സംരംഭമായ ഡിജിറ്റൽ ഫസ്റ്റ് ഉദ്യം അസിസ്റ്റ് രജിസ്ട്രേഷൻ ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം സംരംഭങ്ങളിലൂടെ പൌരന്മാർക്ക് സ്വയം പര്യാപ്തരാകാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പെൻഷൻ പരാതികളിൽ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ പൌരകേന്ദ്രീകൃത സമീപനം സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ 14ാമത് അഖിലേന്ത്യാ പെൻഷൻ അദാലത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ട വകുപ്പുകൾക്കായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വസ്തുതകളും രേഖകളും പരിശോധിക്കുന്നതിന് AI അധിഷ്ഠിത ഉപകരണങ്ങൾ ഉപയോഗിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്രമന്ത്രി അമിത് ഷാ നാളെ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എമിഗ്രേഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതോടെ യാത്രക്കാർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ സുഗമമാകും. രാജ്യത്തെ 8 പ്രമുഖ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായുള്ള ഔദ്യോഗിക സഹകരണത്തിന് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിൽ തുടക്കമായി. പഠന ഗവേഷണ മേഖലകളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, ഐസർ, CTCRI തുടങ്ങിയ സ്ഥാപനങ്ങളുമായാണ് ധാരണാപത്രം ഒപ്പിട്ടത്.
യുവജന പ്രക്ഷോഭം ശക്തമായ നേപ്പാളിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ നാളെ രാവിലെ 6 മണിവരെ നീട്ടി. പ്രതിഷേധത്തിനിടെ തീവയ്പ്, കൊള്ള, ആക്രമണ ശ്രമങ്ങൾ എന്നിവ തുടർന്നതിനാൽ ഈ നീക്കം അനിവാര്യമാണെന്ന് സൈന്യം അറിയിച്ചു. സ്ഥിതിഗതികൾ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറിയിപ്പ് നൽകും. എന്നിരുന്നാലും അവശ്യ സേവനങ്ങൾക്കുള്ള വാഹനങ്ങൾ പതിവ് പോലെ കടത്തിവിടും. അതേസമയം കാഠ്മണ്ഡു താഴ്വരയിൽ സ്ഥിതി മുൻ ദിവസത്തെ അപേക്ഷിച്ച് ശാന്തമാണെന്ന് സൈന്യം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നേപ്പാളിലെ പൊക്കാറയിൽ കുടുങ്ങിക്കിടക്കുന്ന കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി എത്തിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന് കത്തയച്ചു. കേരള സർക്കാർ പൂർണ്ണ സഹകരണം ഉറപ്പു നൽകുന്നതായും കേന്ദ്രമന്ത്രിയെ അറിയിച്ചെന്ന് മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ SSBയും പോലീസും സംയുക്തമായി പരിശോധനയും പട്രോളിംഗും നടത്തിവരുന്നു. അതേസമയം നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ നേപ്പാളിലെ ഇന്ത്യൻ പൌരന്മാർ നിലവിൽ താമസ സ്ഥലങ്ങളിൽ തുടരണമെന്നും തെരുവുകളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് കോളുകൾക്കായി 977-980-860-288-1 977-981-032-6134 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലൂടെ എംബസിയുമായി ബന്ധപ്പെടാനാകും. പൌരന്മാർക്ക് helpdesk.eoi.ktm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലൂടെയും എംബസിയുടെ സഹായം തേടാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഫ്രാൻസിൽ പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോനും സർക്കാരിനുമെതിരെ ദേശവ്യാപക പ്രതിഷേധം തുടരുന്നു. പ്രസിഡന്റ് മാക്രോന്റെ വിശ്വസ്തനായ സെബാസ്റ്റ്യൻ ലക്രോന്യൂ പ്രധാനമന്ത്രിയായി നിയമിതനായതിന് പിന്നാലെയാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. ഏകദേശം 200-ലേറെ പേർ അറസ്റ്റിലായി. ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രതിഷേധവുമായി നിരത്തിലിറങ്ങിയത്. ക്രമസമാധാന നില സംരക്ഷിക്കുന്നതിന് 80,000 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. GST നിരക്കുകളിലെ കുറവനുസരിച്ച് പരമാവധി വിൽപ്പന വിലയിലുണ്ടാകുന്ന മാറ്റം സ്റ്റോക്കുകളിൽ പ്രദർശിപ്പിക്കണമെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം. സ്റ്റാമ്പ് ചെയ്തോ സ്റ്റിക്കറുകൾ ഉപയോഗിച്ചോ ഓൺലൈൻ പ്രിന്റിംഗ് ഉപയോഗിച്ചോ കമ്പനികൾക്ക് പഴയ സ്റ്റോക്കിൽ MRP പരിഷ്കരിക്കാം. നിർമ്മാതാക്കളും പാക്കറുകളും പത്രങ്ങളിൽ കുറഞ്ഞത് 2 പൊതു പരസ്യങ്ങളെങ്കിലും നൽകുകയും വില പരിഷ്കരണത്തെക്കുറിച്ച് ലീഗൽ മെട്രോളജി അധികാരികളെ അറിയിക്കുകയും വേണം. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ഏറെ പ്രയോജനപ്പെടുന്ന പുതുതലമുറ പരിഷ്കാരങ്ങളാണ് ഈ മാസം 3 ചേർന്ന GST കൌൺസിൽ യോഗത്തിൽ പ്രഖ്യാപിച്ചത്. സ്റ്റേഷനറി വസ്തുക്കളെ GSTയിൽ നിന്ന് ഒഴിവാക്കിയത് മേഖലയ്ക്ക് ഗുണകരമാകും. പെൻസിൽ, ക്രയോൺസ്, ഗ്രാഫ് ബുക്ക്, ഭൂപടം, ചാർട്ട് തുടങ്ങിയവയുടെ GST നിരക്ക് 12% ഇത് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് UAE നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ അഫ്ഗാനിസ്ഥാൻ 94 റൺസിന്റെ ഉജ്ജ്വല ജയം നേടി. സെപ്റ്റംബർ 28 വരെ നടക്കുന്ന ടൂർണമെന്റിൽ 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൽ 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുള്ള കുട്ടിക്കും കോഴിക്കോട് സ്വദേശിക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 11 പേരാണ് ചികിത്സയിൽ ഉള്ളത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രക്രിയ മികച്ച രീതിയിൽ നടത്തിയതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു. ഓഗസ്റ്റ് 7-ന് ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചതു മുതൽ ആരംഭിച്ച നടപടികൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. ഉപരാഷ്ട്രപതിയായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വിജയിച്ച സർട്ടിഫിക്കറ്റ് ഇന്ന് ഒപ്പുവെച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും സന്ദർശിക്കും. വാരാണസിയിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. നേപ്പാൾ സംഘർഷ പശ്ചാത്തലത്തിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തി മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. മലയാളികളെ തിരികെ എത്തിക്കാൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ 5 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽപാത വികസനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ 8 ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായുള്ള സഹകരണത്തിന് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരണാപത്രം ഒപ്പുവച്ചു. GST നിരക്കുകളിലെ കുറവനുസരിച്ച് പരമാവധി വിൽപ്പന വിലയിലുണ്ടാകുന്ന മാറ്റം സ്റ്റോക്കുകളിൽ പ്രദർശിപ്പിക്കണമെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് UAE നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.